അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഇന്റർവ്യൂസ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ കോമ്പോയിൽ നടന്നത്. പക്ഷേ സിനിമ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ റിയാക്ഷൻസ് വളരെ നെഗറ്റീവ് ആയിരുന്നു. റിവ്യൂസും ഉണ്ടായാലും ഒരു സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ ഒരാളെ? നിന്റെ ചോദ്യം മൈക്കിന് താല്പര്യമില്ല. എന്തായിരുന്നു കേട്ടില്ല മൈക്കിന്റെ. അതായത് ഇപ്പം ആപ്കൈസഹോടെ ഇന്റർവ്യൂ സൂപ്പർ ഹിറ്റ് ആയിരുന്നു, നിങ്ങളുടെ കോമ്പോയിലുണ്ടെന്ന്. അത് അപ്പൊ കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് സിനിമ എന്താണെന്ന്. അപ്പൊ അത്ര ഹൈപ്പിൽ നിൽക്കുമ്പോൾ സിനിമ ഇറങ്ങിയതിന് ശേഷം ഉണ്ടാകുന്ന റിവ്യൂസ് ആയാലും അഭിപ്രായങ്ങളായാലും ഭയങ്കര നെഗറ്റീവാണ്. അപ്പൊ ധ്യാൻ ചേട്ടനെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ അല്ല, ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, സിനിമ നന്നായിരുന്നെങ്കിൽ ഓടിയാണ്. അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറായിരുന്നെങ്കിൽ സീക്രട്ടിൻ്റെ റിവ്യൂ ഞാൻ ഷെയർ ചെയ്തേനെ. ഇപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസറല്ല, കാരണം അതൊരു ഭയങ്കര പ്രതിപക്ഷ ബഹുമാനത്തോടെ വന്ന റിവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പോലും ധ്യാനും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയിൽ അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടില്ലായിരുന്നു. അത് ഒഴിവാക്കാമായിരുന്നു, അൺഫോർച്ചുനേറ്റ്. കാര്യം അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ധ്യാൻ അല്ല ഉത്തരം പറയേണ്ടത്, ഡാർവിൻ ചേട്ടനായിരുന്നു ഉത്തരം പറയേണ്ടത്. ആ ചോദ്യം ചോദിച്ചിട്ട് കുട്ടിക്ക് ആ ചോദ്യം ചോദിക്കണമെന്നും ഇല്ലായിരുന്നു. അത് ചോദിപ്പിച്ച ഫൈനലി, മനസ്സിലായോ? അയാളൊരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അയാൾ ചോദിക്കാം, അയാൾക്ക് അഡ്രസ് ചെയ്യാം. സോഷ്യലായിട്ട് ഉള്ള ഇഷ്യൂസിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇഷ്യൂസ് ഒക്കെ അയാൾക്ക് ചോദിക്കണം, വിസിൽ ബ്ലോവേഴ്സ് ആവണം. പക്ഷെ ചോദിച്ച ആളും മാറിപ്പോയി. ചിലപ്പം അദ്ദേഹം ധ്യാൻ ഉദ്ദേശിച്ചത് ഒരു ഫണ്ണി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാന്നായിരിക്കും. അപ്പൊ എപ്പോഴും 99.9% അയാളുടെ ഉത്തരങ്ങൾ നമുക്ക് തമാശകരമായി കിട്ടാറുണ്ട്. 0.1% ആയിപ്പോയി. ഇപ്പം അതിനെ അൺഫോർച്ചുനേറ്റ് ആണെന്ന് പറയുന്നത്, മനുഷ്യനല്ലേ. പക്ഷെ അത് മാത്രമല്ല തമാശ കാര്യമല്ല, ഒരു നേഷന്റെ ഒരു GDP-ക്കൊക്കെ വരെ ബാധിക്കാവുന്ന അല്ലേ, അത്രയും വലിയ ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കണക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കതൊരു വലിയ ചോദ്യമാണ്, ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്ന് പോകുന്നത്. അതിനെ ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ ചോദിച്ച ആളിൽ നിന്ന് മാറ്റി ചോദിക്കായിരുന്നു. പക്ഷെ അല്ലാതെ ഇപ്പം ഇന്റർവ്യൂസ് ഞാനും ആസ്വദിച്ചിരുന്നു. ഞാനും ധ്യാനും രമേശ് ചേട്ടനും ഇരിക്കുന്ന ആ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി കാണുന്നു. എനിക്ക് അവരെ പോലെ സംസാരിക്കാൻ കഴിയുന്ന ആളല്ല, കൗണ്ടേഴ്സ് പറയാൻ പറ്റുന്നതല്ല. അവർ രണ്ട് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളെ ചിരിപ്പിക്കുന്നവരാണ്. സിനിമയ്ക്ക് യെസ് എന്ത് ചെയ്യാൻ പറ്റും. അബ് കൈസേ ഹോ ഇതേപോലെ തന്നെ 2021 ഷൂട്ട് ചെയ്ത സിനിമയാണ്. കോവിഡ് ടൈമിൽ നമുക്ക് ലൊക്കേഷൻ പരിധികൾ ഉണ്ടായിരുന്നു. നമുക്ക് 3 ലൊക്കേഷനേ പറ്റുള്ളൂ ഷൂട്ട് ചെയ്യാൻ. പോലീസ് സ്റ്റേഷൻ, വീട്, റോഡ്. ആ റോഡിലാണെങ്കിൽ രമേശ് ചേട്ടൻ പറഞ്ഞ പോലെ ഇവന്റെ പോസ്റ്റർ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാനും പലതും പറ്റില്ലാറില്ല, മനസ്സിലായോ? കാര്യം അങ്ങോട്ട് ഓടിച്ചെടുപ്പോൾ അവന്റെ ഒരു പടം ഉണ്ടാവും. അപ്പോൾ ആ പരിധിയിൽ അങ്ങനത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് ഞങ്ങൾ അതിനെ എന്താ പറയുക ഡിസോൺ ചെയ്യുന്നില്ല. പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും എന്നെ റൈറ്റ് ഉണ്ട്. കാര്യം അവര് കാശ് മുടക്കിയാണ് തിയേറ്ററിൽ വരുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ. വലിയ ചോദ്യമാണ്, ഞാൻ അതിന് ഉത്തരം പറയാൻ പറ്റിയ ഒരാളുമല്ല. കുറച്ച് സിനിമകളെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, 3 സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന 5 സിനിമ. അത് വെച്ചുകൊണ്ട് എനിക്ക് ഈ കണക്കുകൾ പറയാൻ അറിയില്ല. ഒന്ന്, മലയാള സിനിമയ്ക്ക് പ്രേക്ഷകർ കൂടി തുടങ്ങിയത് കോവിഡിന് ശേഷമാണ്. അപ്പോഴാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത് മലയാള സിനിമയുടെ യഥാർത്ഥ സ്ട്രെങ്ത് ഇരുന്നിരുന്നത് അതിന്റെ കണ്ടന്റിലാണെന്ന്. അതിപ്പോ തുടങ്ങിയ ഒരു പ്രതിഭാസമൊന്നുമല്ല. 1960-കളിലും 70-കളിലും 80 ചെമ്മീന് നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് ആണിത്, അറിയോ? അപ്പം ചെറിയ കാര്യമല്ലല്ലോ. അന്ന് പ്രസിഡന്റിന്റെ മെഡൽ കിട്ടിയ പടമാണ്. അന്നോട്ട് നമുക്ക് എന്തായിരുന്നു, ഈ പണ്ട് പറയില്ലേ, നമുക്ക് ഒരുപാട് കാശില്ലാത്ത കുടുംബത്തിൽ സ്ഥിരമായി കേട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്കറിയില്ല. നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങി കാശ് വാങ്ങി. അതുപോലെ നമുക്ക് നമ്മുടെ എഴുത്തും കണ്ടന്റും ഉള്ളൂ. നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് ഇട്ട് കളിക്കാനില്ല. ഇന്ന് അതിനൊരു ഇച്ചിരി ചെറിയ ഇത് വന്നിട്ടുണ്ട്. ബിക്കോസ് പോസ്റ്റ് കോവിഡ് നമുക്ക് കുറച്ചുകൂടി പ്രേക്ഷകരെ കിട്ടി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ നമ്മളതിനെ എഴുതി അതിനൊരു ജഡ്ജ്മെന്റിലോട്ട് എത്തണ്ട. മലയാള സിനിമ നാളെ കുറേയും കൂടി ഭാഷകളിലും ദേശങ്ങളിലും കണ്ടു തുടങ്ങുന്ന കാലം വരും. അന്ന് നമുക്ക് ഇതിനും വലിയ ബഡ്ജറ്റ് റിക്കവറിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിഗേഴ്സ് 100 കോടി ക്ലബും 200ഉം 1000 ഒക്കെ അന്ന് ഗ്രോസ് കളക്ഷൻ കിട്ടും.
ഡിസോൺ ചെയ്യുന്നതിനോട് എനിക്ക് എതിരഭിപ്രായമാണ്. ഞാൻ ഇന്ന് വരെ ഒരു സിനിമയെ പബ്ലിക്കായിട്ട് ഞാൻ പരിഹസിച്ചേക്കുന്ന സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഹീറോ ആയ സിനിമയാണ്. അതിന് 100% അവകാശം എനിക്കുള്ളതുണ്ട്. അല്ലാതെ വേറൊരു ആൾ ചെയ്തൊരു സിനിമയെ അതിൽ പ്രവർത്തിച്ചിട്ട് നമ്മൾ അതിനോട് സഹകരിക്കാതിരിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. സിനിമയുടെ റിസൾട്ട് എന്തും ആവാം അല്ലെ, നമ്മൾ ഒരിക്കലും ഓടില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഇത് ഓടുമോ എന്നൊക്കെ ഡൗട്ട് അടിച്ച സിനിമകൾ നന്നായി ഓടിയിട്ടുണ്ട്, തിരിച്ചും സംഭവിക്കുന്നുണ്ട്. സോ പ്രേക്ഷകരാണല്ലോ യഥാർത്ഥ വിധികർത്താക്കള്, അത് നമ്മൾ ഒരുമിച്ച് ഏറ്റെടുക്കുക. പിന്നെ വിജയം വരുമ്പം ആ സമയത്ത് ഫാൻസ് ചിലപ്പോൾ ആ ഹീറോയുടെ ഫാൻസ് അത് അദ്ദേഹത്തിന്റെ സിനിമയാക്കി മാറ്റും. നാച്ചുറലി വിജയം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ പരാജയം വരുമ്പോഴും അത് ബെയർ ചെയ്യേണ്ടി വരും, ഇല്ലാന്ന് ഞാൻ പറയണില്ല. അത് അതിനൊരു എന്താ പറയാ ലിഖിതമായ ഒരു നിയമമില്ല, അത് അപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അങ്ങ് പോകുന്ന കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രേക്ഷകർ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ദീർഘനാള് ഒരു വെക്കത്തില്ല. നമുക്ക് ഒരു കാര്യം നന്നായി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു 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 മോശം ആയിട്ട് അവർക്ക് തോന്നുന്നൊരു സിനിമ ചെയ്യുമ്പം ഒരു പിണക്കം, അതൊരു താൽക്കാലികമായ ഒരു പിണക്കമാണ്. ആ പിണക്കത്തിന്റെ ഒരു റിയാക്ഷൻ ആണത്. ചിലപ്പോൾ റിവ്യൂ ആയിട്ട് വരാം, അല്ലെങ്കിൽ എഴുതി, അല്ലെങ്കിൽ ചിലപ്പോൾ വോയിസ് നോട്ട്സിൽ വരാം, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടൊക്കെ വരാം. നാളെ നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഇതേ വ്യക്തി വന്നാൽ ഇതേ പ്രേക്ഷകർ നല്ലത് പറയാറുമുണ്ട്. സോ അത് എന്നും ഒരു പെർമനന്റ് സ്റ്റേറ്റ് ഇല്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്ഷൻസിന് ഉള്ളൊരു സ്പേസ് ആയിട്ട് ഈ ഒരു ഹെൽത്തി വേ ഓഫ് ക്രിറ്റിസിസം രണ്ടു കൂട്ടരിലും നിൽക്കുക. പ്രേക്ഷകരുണ്ടെങ്കിലേ സിനിമയുള്ളൂ എന്നുള്ള പൂർണ്ണ ബോധ്യം എല്ലാ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉണ്ട്.